മഴ ഇഷ്ടപ്പെടാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല. ഈ ഒരു സമയത്ത് ഗർഭിണികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ആദ്യമായി സീസണൽ ഫ്ലൂ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ. ഇതൊരു വൈറൽ അസുഖമാണ്. എന്നാൽ സാധാരണ ജലദോഷപ്പനിയേക്കാളും കൂടുതലായി തലവേദന, ഛർദിൽ, മേലാകെ വേദന, ക്ഷീണം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കാണാം. ഇത് പ്രത്യേകിച്ച് ഗർഭിണികൾ, പ്രായം ചെന്നവർ, ചെറിയ കുട്ടികളിലാണ് കൂടുതലായി കോംപ്ലിക്കേഷൻസ് വരിക. കോംപ്ലിക്കേഷൻസ് എന്നാൽ ന്യൂമോണിയ, റെസ്പിറേറ്ററി ഫെയിലിയർ, ജീവന് വരെ ആപത്ത് വരാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണിത്. എന്നാൽ ഒരു കുത്തിവെപ്പ്, അതായത് വാക്സിനേഷൻ എടുക്കുന്നത് വഴി കോംപ്ലിക്കേഷൻസ് ഒരുപാട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഗർഭിണികൾക്ക് വളരെ സേഫായി എടുക്കാവുന്ന ഒരു വാക്സിനേഷൻ തന്നെയാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. അടുത്തതായി ജലജന്യ രോഗങ്ങൾ, അതായത് മലിനീകരണപ്പെട്ട ജലം ഉപയോഗിക്കുന്നത് വഴി ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ, എലിപ്പനി തുടങ്ങിയ അസുഖങ്ങൾ കോമൺ ആയിട്ട് മഴക്കാലത്ത് കണ്ടുവരുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചൂടുള്ള വെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് കാര്യമില്ല. നന്നായി 1 മിനിറ്റെങ്കിലും തിളപ്പിച്ച് ആറിയ വെള്ളം വേണം ഉപയോഗിക്കാൻ. പിന്നെ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ശരിക്കും കുക്ക്ഡ് അല്ലാത്ത ഫുഡ്, അതായത് ജ്യൂസുകൾ, ഫ്രഷ് ജ്യൂസുകൾ, പിന്നെ ഐസ്ക്രീം, പിന്നെ മയോണൈസിലൊക്കെ റോ ആയിട്ടുള്ള മുട്ട ഉപയോഗിക്കുന്ന ഒരുപാട് ഹോട്ടലുകളുണ്ട്. ഇതൊക്കെ ഗർഭിണികൾ കാര്യമായി ഒഴിവാക്കേണ്ടതാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗർഭിണികൾക്ക് പെട്ടെന്ന് തന്നെ ഡയറിയ വന്നാൽ നിർജ്ജലീകരണം, അതായത് ഡീഹൈഡ്രേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ആദ്യം തന്നെ ORS പോലുള്ള ലായനികൾ ഉപയോഗിച്ച് തുടങ്ങാം. കൂടുതൽ ക്ഷീണം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിച്ച് IV ഫ്ലൂയിഡ്സ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാവുന്നതാണ്. അടുത്തതായി മോസ്കിറ്റോ ബോൺ ഡിസീസസ്, അതായത് കൊതുക് കാരണം വരുന്ന രോഗങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഡെങ്കിപ്പനി, അതുപോലെ ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, ചിക്കൻ ഗുനിയ, മലേറിയ, പിന്നെ പലതരം മസ്തിഷ്ക ജ്വരങ്ങൾ. ഇതെല്ലാം കൊതുക് വഴി സ്പ്രെഡ് ചെയ്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ വീടിന് ചുറ്റും വെള്ളമൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല. അതുപോലെ വീടും പരിസരവും ശുചിയായി വെക്കണം. പിന്നെ മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം. പിന്നെ മോസ്കിറ്റോ റെപ്പലന്റ് ക്രീമുകൾ ഉപയോഗിക്കാം. ഈ ക്രീമുകളിൽ ഡീറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. അത് 50% താഴെ കോൺസെൻട്രേഷനുള്ള ക്രീമുകൾ മാത്രമേ ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വൈറൽ പനികൾ കാര്യമായിട്ട് ആദ്യത്തെ 3 മാസം ഗർഭിണിയായിരിക്കുന്നവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇത് പറയാൻ കാരണം, ആദ്യത്തെ 3 മാസം, അതായത് കറക്റ്റായി പറയുകയാണെങ്കിൽ 3 ആഴ്ച തൊട്ട് 9 ആഴ്ച, മാക്സിമം 12 ആഴ്ച വരെയുള്ള ടൈമാണ് ഏറ്റവും മേജറായിട്ടുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഫോം ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് ചില വൈറൽ അസുഖങ്ങൾ കുഞ്ഞിനെ സാരമായി ബാധിച്ചേക്കാം. എന്ന് വെച്ചാൽ അംഗവൈകല്യങ്ങൾ വരാം, വളർച്ചക്കുറവ് വരാം. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഈ ആദ്യത്തെ 3 മാസമുള്ള ഗർഭിണികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒരുപാട് സഹോദരിമാർ ക്യാമ്പുകളിലും മറ്റും കഷ്ടപ്പെടുന്നത് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ശരിയായ വണ്ണം ഡ്രസ്സുകൾ ഉണങ്ങാതെയും മറ്റും ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് ഇൻഫെക്ഷൻസ് പ്രഗ്നൻസിയിൽ എന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ, ബോഡിയിൽ എവിടെ ഇൻഫെക്ഷൻ വന്നാലും അത് ശരിയായി ട്രീറ്റ് ചെയ്യാത്ത പക്ഷം അത് രക്തത്തിൽ കലർന്ന് മാസം തികയാതെ വേദന വരാനും വേദന വന്ന് പ്രസവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇൻഫെക്ഷൻസ് വരാതെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്.